ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പുതിയൊരു ആംപ്ലിഫയറാണ്. സൺബക്കിൻ്റെ ഒരു പുതിയൊരു മോഡലൊന്ന് വന്നിട്ടുണ്ട്, SR3800 എന്ന് പറയുന്ന. സൺബക്കിൻ്റെ പല ടൈപ്പിലും പല മോഡലും പല വാട്ട്സിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടിൽ വരുന്ന ഒരു 2.1 ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ ഒരു 5.1 ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കരോക്കെ ഡിജിറ്റൽ 5.1 ആംപ്ലിഫയർ ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഐഡിയലി ഇത് ശരിക്കും ഒരു 2.1 ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. ഇനി ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്പെക്ട്രം അനലൈസർ കൊടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഡിസൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കണ്ടില്ലേ, ഓരോ മോഡ് നമുക്ക് മാറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ടൈപ്പിലേക്ക് നമ്മൾ ഈ സ്പെക്ട്രം അനലൈസറിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ മൈക്കിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിലേ, എക്കോ, അതുപോലെ തന്നെ മൈക്കിൻ്റെ ബേസ്, മൈക്കിൻ്റെ ട്രേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഈ മൈക്കിൻ്റെ അതിന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ഇൻപുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കൊയാക്സിൽ ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ മോഡ്, നമുക്ക് ഈ സ്പെക്ട്രം അനലൈസറിൻ്റെ ഡിസ്പ്ലേ മോഡ് പല ടൈപ്പിലേക്ക് നമ്മൾ മാറ്റി നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള അതിനുള്ളൊരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ USB-ക്ക് വേണ്ടി നെസ്റ്റും പോസും അതേപോലെ തന്നെ ഫോൾഡറിനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ 2 വയേർഡ് മൈക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഈ മൈക്കിൻ്റെ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വയർലെസ് മൈക്കും കൂടെ ആഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനോട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വയർലെസ് മൈക്ക് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ആവശ്യക്കാർക്ക് മെസ്സേജ് ഇട്ട് അതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഓക്സ് ഇൻപുട്ടും അതുപോലെ തന്നെ ടോണിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബേസ്, ട്രിബിള് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സബ് വോളിയത്തിന് വേണ്ടി നമുക്ക് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടാണ് സബിൻ്റെ അതിന് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത് 4 5200 1940 വരുന്ന ട്രാൻസിസ്റ്ററുകളാണ്. അതിൻ്റെ അത് നമുക്കൊരു 250 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ഒരു റിമോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി റിമോട്ടാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ആൻറ്റിന ഉണ്ട്. പിന്നെ കൊയാക്സിൽ ഇൻപുട്ട് ഉണ്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്, ഓക്സ് ഇൻപുട്ട് ഉണ്ട്, FM ഉണ്ട്. നല്ല ക്വാളിറ്റി FM ഔട്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 5 ചാനൽ ഓഡിയോ ഇൻപുട്ടും കൂടി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും 2.1 എന്ന രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2.1ൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 5.1 കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 5.1ൻ്റെ ഓഡിയോ ഇൻപുട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്റ്റീരിയോ ഇൻപുട്ടും ഒരു സ്റ്റീരിയോ ഔട്ടും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓഡിയോ ഔട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സബിലേക്കോ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഈ പ്രീ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് റൈറ്റും ലെഫ്റ്റും അതേപോലെ തന്നെ സബിനും നല്ലൊരു 100+100, സബിനാണെങ്കിൽ ഒരു 250 RMSും ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 4 to 16 ohmസിലുള്ള സ്പീക്കറുകൾ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് ഫ്രണ്ട് റൈറ്റിലേക്കൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 8 ഇഞ്ച് വരെയും, അതേപോലെ തന്നെ സബിനാണെങ്കിൽ ഒരു 12 ഇഞ്ച് 1300-ൻ്റെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണിത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പെർ ചാനൽ ഒരു 80 തൊട്ട് 100 വാട്ട്സാണ് ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റിന് വരുന്നത്. ഇനി ഇതിൻ്റെ സറൗണ്ടും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. സറൗണ്ടിൽ നമുക്ക് അത്ര ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. നോർമൽ ഒരു 10-30 വാട്ട്സിൻ്റെയൊക്കെ സ്പീക്കർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും നമുക്കൊരു സറൗണ്ട് ലെഫ്റ്റും റൈറ്റും സെൻറ്ററും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐഡിയലി ഇത് ശരിക്കും 2.1 പർപ്പസിനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5200 1943 കോമ്പിനേഷന് വരുന്ന ഒരു പെയറാണ് ഒരു ചാനലിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്ക് സൈഡിലേക്ക് നല്ല രീതി തന്നെ അവർ ബാക്ക് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. പവർ കോഡിനായിട്ട് അവർ വയേർഡ് ടൈപ്പ് തന്നെയാണ്, അതായത് റിമൂവ് ചെയ്യുന്നല്ലാതെ തന്നെ ഇൻബിൽറ്റ് വയേർഡ് വരുന്ന രീതി തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലൂടെ നോക്കാം. കണ്ടില്ലേ, ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളറിലാണ് ഇതെല്ലാം വരുന്നത്. നല്ല രസമുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ കളറ് സെൻട്രലായിട്ട് സൺബക്കിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്.
അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റ് 2 നോബിലും ബ്ലൂ ലൈറ്റാണ് വരുന്നത്. നമുക്കിത് ഈ ഡിസ്പ്ലേ മോഡൊന്ന് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, നമ്മളിപ്പോൾ മോഡ് ചേഞ്ച് ചെയ്തു. അതിന് മുമ്പായിട്ട് നമുക്ക് ബ്ലൂടൂത്ത്, ഓക്സ്, ഒപ്റ്റിക്കൽ, FM ഇട്ടാലാണ് ഇത് നമുക്ക് ഓഡിയോ സിഗ്നൽ വന്നാലാണ് ഈ സ്പെക്ട്രം അനലൈസർ ചേഞ്ച് ആകുകയുള്ളൂ. ഇനി നമുക്ക് പല ടൈപ്പിലുള്ള മോഡൊന്ന് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതൊരു വേറെ ടൈപ്പ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പെക്ട്രം അനലൈസർ ഇതെല്ലാം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശരിക്കും ഈ ബജറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ തന്നെയാണ്. നമ്മളിപ്പോൾ ശരിക്കും അസംബിൾ ചെയ്യുന്നവർ ഈ ടൈപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയ പൈസ നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ അത്രയും കാര്യമൊന്നുമില്ലാതെ ചെറിയ പൈസയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. എന്തായാലും ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ആമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇത് പല മോഡലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോഡലിലേക്ക് സ്പെക്ട്രം അനലൈസർ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമ്മൾ ഈ ആമ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിന് പറ്റുന്ന സ്പീക്കറുകൾ എന്നൊക്കെ. നമ്മൾ സ്പീക്കർ എന്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതെന്ന് കാരണം ചിലവർക്ക് നല്ല ബ്രാൻഡിന് വേണം, ബ്രാൻഡ് കുറഞ്ഞത് വേണം, പല ടൈപ്പിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ സപ്പോർട്ടാകുന്ന വാട്സിലുള്ള സ്പീക്കറുകളും ബോക്സുകളും ഉപയോഗിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ് തന്നെ. എന്തായാലും ഓവറോൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യക്കാർക്ക് നമ്മുടെ www.dennisaudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ.